കേരയിൽ ഉപേക്ഷിച്ചു എന്ന് സർക്കാർ പറഞ്ഞാൽ കേന്ദ്രവുമായി ബദൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ തയ്യാറെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ. പദ്ധതിക്ക് ഒരു കാരണവശാലും കേന്ദ്ര സർക്കാർ അനുമതി നൽകില്ല. ബദൽ പദ്ധതി ജനങ്ങൾക്കും പരിസ്ഥിതിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ലെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. കേരയിൽ വരാൻ യാതൊരു സാധ്യതയില്ല. അത് പണ്ടത്തെ സെൽവറായി. പക്ഷെ അതിന് ബദലുള്ള ഒരു പ്രപ്പോസൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ പ്രപ്പോസൽ കേരള ഗവൺമെൻറ്റിന് ഇഷ്ടമായി. ഞാനും ചീഫ് മിനിസ്റ്ററുമായിട്ട് അതിനെപ്പറ്റി ഡിസ്കഷൻ നടന്നു. അദ്ദേഹത്തിന് ഇത് ബോധ്യമായി. അതുകൊണ്ട് നടക്കാനുള്ള ആലോചനയാണ് ഇപ്പോൾ. കേരളത്തിനേക്കാളും വളരെ ഉപകാരമുള്ള സാഹചര്യം. പിന്നെ നാട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. ടി ശ്രീകുമാരൻ ചെയ്യുന്നു. ശ്രീത്ത്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കേന്ദ്രം ഈ കേരളയിൽ ഓണാണ് എന്ന സൂചനകളായി കേന്ദ്ര റെയിൽവേ മന്ത്രി അടക്കം പല പ്രസ്താവനകൾ ഇതിനോടകം തന്നെ വരുന്നുണ്ട്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള കത്തിടപാടുകൾ ഇപ്പോഴും ആ കേരള വിഷയത്തിൽ തുടരുന്നുണ്ട്. അപ്പോൾ കേരളയിൽ അനുമതി കിട്ടില്ല എന്ന് ബി.ജെ.പി. നേതാവ് കൂടിയായ ശ്രീധരൻ പറയുന്നത് എങ്ങനെയാണ്? തീർച്ചയായും ബി.ജെ.പി. നേതാവ് കൂടിയായ മെട്രോമാൻ ഇ ശ്രീധരൻ വ്യക്തമാക്കുന്നത് അദ്ദേഹം ഒരു പദ്ധതി നൽകിയിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിക്കടക്കം ആ പദ്ധതിയുടെ കാര്യങ്ങളെക്കുറിച്ച് അറിയാം. അത് അദ്ദേഹത്തിന് കൂടി വ്യക്തമായ ധാരണയുണ്ട്. അത് പാരിസ്ഥിതിക ആഘാതവും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടും ഇല്ലാത്ത തരത്തിലുള്ള പദ്ധതിയാണ്. അത് മാത്രമേ വരികയുള്ളൂ. കേരളയിൽ പദ്ധതി ഒരു കാരണവശാലും വരില്ല എന്നൊരു നിലപാടാണ് ഇ ശ്രീധരൻ ആവർത്തിക്കുന്നത്. കേന്ദ്രം അനുമതി നൽകില്ല. ഈ കേരളയിൽ ഉപേക്ഷിച്ചു എന്ന് കേന്ദ്രത്തെ സംസ്ഥാന സർക്കാർ അറിയിക്കണം. അങ്ങനെയാണെങ്കിൽ മറ്റേ പദ്ധതി ഓണായി മാറും. അത് എത്രയും പെട്ടെന്ന് തന്നെ വേണമെന്നാണ് പറയുന്നത്. അതായത് അങ്ങനെയാണെങ്കിൽ താൻ അതിനുവേണ്ട സഹായങ്ങളെല്ലാം കേന്ദ്ര സർക്കാരുമായി സംസാരിച്ച് ചെയ്യാമെന്നാണ് ഇ ശ്രീധരൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഓക്കെ, ശ്രീകുമാരനാണ് പാലക്കാട് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.